വഖഫ് ബിൽ പാസ്സാകുന്നതോടെ മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമെന്ന വാദം ശരിയല്ലെന്ന് മന്ത്രി പി രാജീവ്. ഒരു പരിഹാര നിബന്ധനയും ബില്ലിൽ ഇല്ല. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി തെറ്റിദ്ധരിപ്പിച്ച് വഞ്ചിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിയമസഭയുടെ വികാരം കേരളത്തിന്റെ വികാരമാണ്. ബില്ലിന്റെ പ്രചാരവേലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ യാഥാർത്ഥ്യമറിയാൻ പോകുന്നതേയുള്ളൂവെന്നും പി രാജീവ് പറഞ്ഞു. ഇപ്പോൾ പുതിയ അതായത് ഇന്നലെ സെൽ കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച് അവതരിപ്പിച്ച ബില്ല് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ബില്ലിനകത്ത് കേരളത്തിൽ വലിയ പ്രചാരവേല KCBCയും അതുപോലെ തന്നെ എല്ലാവരും പത്രങ്ങളൊക്കെ മുഖപ്രസംഗം എഴുതിയത് മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ബില്ലെന്നുള്ളതാണ്. പക്ഷെ അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലോസുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കുന്നത് വരെയുള്ള വഖഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് ബാധകമല്ല എന്നുള്ളതാണ്. സർക്കാർ ഭൂമിയാണെങ്കിൽ മാത്രമാണ് അതിന് ബാധകമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരിഹാര ക്ലോസും ഇല്ലാതെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമം നടത്തുകയാണ്. ഈ ബില്ലിന്റെ പേരിൽ മതവിശ്വാസ സ്ഥാപനങ്ങൾക്കകത്ത് കടന്നു കയറാനുള്ള നീക്കം ഒരു വശത്ത് നടത്തുമ്പോൾ മറുവശത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വഞ്ചിക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. വഖഫ് ബില്ല് പാസ്സാകുന്നതോടെ മുനമ്പം ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വഖഫ് ബില്ലിന് മുൻകാല പ്രാബല്യമില്ല എന്ന വാദം തെറ്റാണ്. കോൺഗ്രസും CPMഉം പാർലമെന്റിൽ നുണകൾ പ്രചരിപ്പിക്കുന്നു. കേരളത്തിലെ MPമാർ അവരുടെ കടമ നിർവഹിച്ചില്ലെന്നും നാണംകെട്ട രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു. മുനമ്പം ജനതയ്ക്കൊപ്പം നിന്നത് BJP ആണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്നലത്തെ ആ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവർക്കും ഒരു തെളിവ് കിട്ടിയില്ല. മുനമ്പത്തെ ജനങ്ങൾക്ക് ശരിക്കും ഒരു റിയൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ, അവരുടെ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടിന് ഒരു നല്ലൊരു ശരിക്കൊരു റിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുമ്പോൾ ആരാണ് അവരുടെ കൂടെ നിൽക്കുന്നതും ആരാണ് പാർലമെന്റിലും നോളയും ഒരു ആലിബ ഉണ്ടാക്കിയിട്ട് ഒളിച്ചു പോകുന്നതും അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വഖഫ് ബോർഡിന്റെയും മുസ്ലിം ഭൂരിപക്ഷത്തിന്റെയും താൽപര്യങ്ങളെ സംരക്ഷിക്കാനല്ല വഖഫ് ബില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഹിന്ദുരാഷ്ട്രത്തിലേക്ക് നീക്കാനാണ് ശ്രമം. ആദ്യം മുതൽ CPM ശക്തമായി എതിർത്തിരുന്നുവെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ആദ്യം മുതൽ ഈ രാജ്യസഭ വരെ ശക്തിയായിട്ട് CPM ഇതിനെ എതിർക്കുകയാണ്. അതിന്റെ ഭരണഘടനാ വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് വഖഫ് ബോർഡിനെയും അതിൻ്റെ ഉള്ളടക്കത്തെയും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു ബില്ല് ഉണ്ടാക്കുന്നത് എന്ന് സാമാന്യ ധാരണയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഈ പേര് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഈ മേഖലയിലൊക്കെ ഇടപെടാനുള്ള വഴികൾ സൃഷ്ടിക്കുന്ന നിയമനിർമ്മാണം തന്നെയാണ് നടന്നിട്ടുള്ളത്. 12 മണിക്കൂർ നേരം കൊണ്ടുവന്ന അതിശക്തിയായിട്ടുള്ള ആശയ പോരാട്ടത്തിൻ്റെ അവസാനം അവരെന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് തന്നെയാണ് ഇന്ന് രാജ്യസഭയിൽ നടക്കാൻ പോകുന്നത്. വഖഫ് ബില്ല് പ്രാബല്യത്തിൽ വരുമ്പോൾ റവന്യൂ അവകാശങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ പ്രതികരണങ്ങൾക്കൊക്കെയുടെ മുനമ്പത്തെ തീരദേശവാസികൾ. കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം പരാമർശിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അവർ പറയുന്നു. ബില്ലിനെ എതിർത്ത കേരളത്തിൽ നിന്നുള്ള MPമാർക്ക് ജനം മറുപടി നൽകുമെന്നും സമരസമിതി കൺവീനർ ആന്റണി ജോസഫും ഫാദർ ആന്റണി തറയിലും പ്രതികരിച്ചു. ബില്ലിന് രാജ്യസഭയിൽ കൂടി പാസാക്കുന്ന സാഹചര്യത്തിൽ വലിയ ആഘോഷമാണ് മുനമ്പത്ത്. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 2024 ആദ്യമായിട്ട് ഈ ബില്ല് പാർലമെന്റിൽ വരികയും അതിനുശേഷം കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ പാസ്സാകുമെന്ന് ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്നപ്പോഴാണ് അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവസാനമായിട്ട് ഏപ്രിൽ 2-ാം തീയതി ഇത് പാസ്സായപ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷകൾ നൽകുകയാണ്. നമുക്കറിയാവുന്ന പോലെ 173 ദിവസങ്ങളാണ് നിരാഹാര സമരം ആരംഭിച്ചു. അപ്പോൾ ഇതിന് ആദ്യമായിട്ടുള്ള ഒരു വലിയ പ്രത്യാശ നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ MPമാർക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാം. 610 കുടുംബങ്ങളുടെ അവസ്ഥ അറിയാം. എന്നിട്ടും അവരുടേതായ നിലപാടുകൾ എടുക്കുമ്പോൾ ബാക്കിയുള്ളത് ജനമാണ് തീരുമാനിക്കുന്നത്. കാരണം എല്ലാവരും കാണുന്ന ഒരു ചർച്ചയായിരുന്നു. അവരെന്താണ് സംസാരിച്ചത്, ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, ആർക്ക് വേണ്ടി നിലപാട് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു. മാത്രമല്ല നമ്മൾ ആവശ്യപ്പെട്ടത് ഈ പഴയ നിയമത്തിലുള്ള സെക്ഷൻ 40 ഒക്കെയാണ് ഇതിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ സ്ഥലം വഖഫ് ബോർഡ് അവരുടെ ആസ്തിപ്പട്ടിയിൽ ചേർത്തത് തന്നെ. അപ്പോൾ ഈ ഒരു നിയമം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിപ്പോൾ വേണ്ട, അതിപ്പോൾ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് തടസ്സങ്ങളായിട്ട് ആര് നിൽക്കുകയാണെങ്കിലും അത് അവരെ ജനം മനസ്സിലാക്കിക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ 2019 വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുവരെ ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും.
വഖഫ് നിയമ ഭേദഗതി മുനമ്പം ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതെന്ന് സിറോ മലബാർ സഭ. വഖഫ് ബില്ലിനുള്ള പിന്തുണ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കോ മുന്നണിക്കോ ഉള്ള പിന്തുണയല്ല, മുസ്ലിം സമുദായത്തിനെതിരുമല്ല. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായ നിയമങ്ങളെയാണ് ചോദ്യം ചെയ്തതെന്നും ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള ഒരു ഓപ്പൺ പിന്തുണയായി നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. കേന്ദ്ര ഗവൺമെന്റ് ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ജനങ്ങളുടെ വേദന മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെ അനുകൂലിക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഭൂമി വഖഫ് ചെയ്യുക എന്നുള്ളത് ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നമ്മളില്ല. അവരവരുടെ മതവിശ്വാസത്തിൽ തുടരട്ടെ, അതിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുള്ള അവകാശം അവർക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഭൂമി റവന്യൂ അവകാശങ്ങളോട് സ്വന്തമാക്കാനുള്ള അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ ചോദ്യം ചെയ്യാനിടയായത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്കുള്ള ഒരു ഓപ്പൺ പിന്തുണയായി. നവമി ദിനേശ് മുനമ്പത്ത് നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. നവമി, ഏത് തരത്തിലാണ് മുനമ്പം സമരസമിതി ആഘോഷമാക്കുന്നത്? രാജ്യസഭയിൽ കൂടി ബില്ല് പാസ്സാക്കുന്നതോടുകൂടി മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് പ്രതികരിക്കുകയാണോ എല്ലാവരും? സമരസമിതി നേതാക്കളടക്കം പറയുന്നത് എന്താണ്? അപർണ, ഇന്നലെ ലോക്സഭ ഈ ബില്ല് പാസാക്കിയ സമയം ഏകദേശം 1 മണി കഴിഞ്ഞു. ആ സമയത്ത് തന്നെ മുനമ്പത്ത് വലിയ ആഘോഷങ്ങളായിരുന്നു. പടക്കം പൊട്ടിച്ചൊക്കെയാണ് ആളുകൾ ആഘോഷിച്ചത്. കാരണം അവരുടെ 173 ദിവസത്തെ നിരാഹാര സമരത്തിന് ഒരു പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ അവർ ഇത്രയും നാൾ ചെയ്ത സമരത്തിനും അവർ ഏറ്റ അപമാനങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരമായി ഈ വഖഫ് ബില്ല് പാസ്സാകുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. ഇന്ന് രാവിലെയും ഒക്കെ വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ പ്രതികരിച്ചത്. ഞങ്ങൾക്കൊപ്പം നിന്ന BJP സർക്കാരിന്, BJP നേതാക്കൾക്ക് നന്ദി പറയുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം അവർക്കിപ്പോഴും നിരാശയുള്ളത് കേരളത്തിൽ നിന്നുള്ള MP-മാർ അവരെ ചതിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. സുരേഷ് ഗോപി MP ഒഴികെ മറ്റാരും തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചതല്ല. ഹൈബീഡൻ MP ഉൾപ്പെടെ ഇത് വഖഫ് വിഷയം, ഈ വഖഫ് ബില്ല് പാസ്സായാലും മുനമ്പം വിഷയത്തിൽ പരിഹാരമാകില്ല എന്നൊരു പരാമർശം നടത്തിയതുമൊക്കെ അവരെ വളരെ അധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അവിടെയെങ്കിലും അവർക്ക് വേണ്ടി ഈ ശബ്ദമുയർത്തും എന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പം വിഷയം എടുത്തു പറഞ്ഞത്, മുനമ്പത്തിന്റെ പേര് പരാമർശിച്ചതും അവർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയായിരുന്നു. എന്തായാലും കേരളത്തിലുള്ള MP-മാർക്ക് അല്ലെങ്കിൽ മുനമ്പം ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താത്തവർക്കെതിരെ ജനങ്ങൾ മറുപടി നൽകും, മുനമ്പം ജനത മറുപടി നൽകും എന്ന ഒരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്ന ഉണ്ടായിരുന്നു. കാരണം ഈ KCBCയോ അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസും ഒക്കെ MP-മാർക്ക് ഒരു നിർദ്ദേശം, ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. മുനമ്പം വിഷയം അവിടെ ഉന്നയിക്കപ്പെടണം, അല്ലെങ്കിൽ മുനമ്പം വിഷയം വരുമ്പോൾ അത് പ്രത്യേകം ചർച്ച ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മുനമ്പം ജനതയെ പോലെ ദുരിതം അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി കൂടി അവിടെ സംസാരിക്കണം എന്നൊരു നിർദ്ദേശം MP-മാർക്ക് നൽകിയിരുന്നു. പക്ഷെ അതാരും തന്നെ പാലിച്ചില്ല. അവസാന നിമിഷം വരെയും ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഈ ക്രൈസ്തവ സംഘടനകൾ. പക്ഷേ സമുദായത്തിൽപ്പെട്ട മതമേലധ്യക്ഷന്മാരൊക്കെ അവസാന നിമിഷവും വരെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷെ ബില്ല് അവതരിപ്പിക്കുന്ന വേളയിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരും തന്നെ ഇതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടെടുക്കാത്തതാണ് അവരെ ഏറെ വേദനിപ്പിച്ചത്. പക്ഷെ അത് BJPക്ക് ഗുണം ചെയ്തു. ഇനി വരും ദിവസങ്ങളിലൊക്കെ മുനമ്പം വിഷയത്തിൽ BJP ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ BJP ആണ് ഈ മുനമ്പം വിഷയത്തിൽ മുനമ്പം ജനതയ്ക്കൊപ്പം നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത്. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന BJP നേതാക്കൾ നാളെ മുനമ്പത്തേക്ക് എത്തും എന്നുകൂടി അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ഹൈബീഡൻ MP-ക്കെതിരെയൊക്കെ വലിയ പ്രതിഷേധമുണ്ട് അവിടെ നാട്ടുകാർക്ക്. കാരണം അവർക്കൊപ്പം നിന്ന് പലതവണ അവരെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പല നേതാക്കളും, അത് കോൺഗ്രസിന്റെ ആയിക്കോട്ടെ ഇടതുമുന്നണിയിലെ നേതാക്കളായിക്കോട്ടെ, അവിടെ എത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നൊക്കെ വാഗ്ദാനം നൽകിയെന്നല്ലാതെ അതൊക്കെ പ്രാവർത്തികമാക്കേണ്ട ഒരു സമയം എത്തിയപ്പോൾ അവരെല്ലാം കാലുമാറി എന്നാണ് മുനമ്പം നിവാസികൾ പറയുന്നത്. അതോടൊപ്പം ഈ ബില്ല് രാജ്യസഭയിൽ കൂടി പാസാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും, അവരുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് മന്ത്രി P. രാജീവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത് പ്രാബല്യത്തിലായാൽ പോലും മുൻകാല പ്രാബല്യമില്ലാത്തതിനാൽ
മുനമ്പം വിഷയം അത് അങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ മുനമ്പം നിവാസികൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത്, ഈ ബില്ലിൽ ഞങ്ങളെ കൂടി, ഞങ്ങളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശ്വാസമുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. കിരൺ റിജിജു അടക്കം ഇന്നലെ മുനമ്പത്തിന്റെ വിഷയം അല്ലെങ്കിൽ മുനമ്പം പ്രശ്നം പരാമർശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള മുനമ്പം ജനതയ്ക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലെത്തിയപ്പോൾ അവർ സഹായിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് അവരെത്തിയത്, അവരെ സഹായിക്കുമെന്ന തരത്തിലുള്ളൊരു പരാമർശം കിരൺ റിജിജു നടത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്. കേരളത്തിൽ മുനമ്പം ജനതയ്ക്ക് വലിയ ഒരു അമർഷം അല്ലെങ്കിൽ വലിയ ഒരു പ്രതിഷേധമുണ്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാരോട്. വിവരങ്ങൾ